നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ കിട്ടിയ ആഹാരം കണ്ട് നടുങ്ങി വിറച്ച് യാത്രക്കാർക്ക് പുലർച്ചെ നൽകിയത് പഴകിയ ആഹാരം. ഇത്തരത്തിലുള്ള ആഹാരം കഴിച്ച് യാത്രക്കാർ അവശരായി. ഇതേ തുടർന്ന് വിമാനത്തിന് എമർജൻസി ലാൻഡിംഗ് ചെയ്യേണ്ടി വന്നു. ഡെൽറ്റ എയർലൈനിന്റെ വിമാനത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ ഡിട്രോയിറ്റിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പുറപ്പെടുകയായിരുന്നു വിമാനം. ഇത് അടിയന്തരമായി വഴി തിരിച്ചുവിടുകയായിരുന്നു. 277 യാത്രക്കാരാണ് ഡെൽറ്റ 136 എന്ന വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 70-ലേറെ പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. പുലർച്ചെ നൽകിയ ആഹാരത്തിൽ പൂപ്പൽ ബാധിച്ചിരുന്നുവെന്നാണ് സംശയം. യാത്രക്കാരിൽ ചിലർക്ക് കിട്ടിയ ഭക്ഷണത്തിൽ കറുത്ത നിറത്തിൽ പൂപ്പൽ കണ്ടിരുന്നുവെന്നും യാത്രക്കാർ പറഞ്ഞു. ആഹാരം കഴിച്ച യാത്രക്കാർ അവശരായി. ഇതോടെയാണ് വിമാനം ന്യൂയോർക്കിലെ JFK വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടത്. വിമാനം ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്തത് ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ്. ഡെൽറ്റ വിമാന കമ്പനി സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അവശരായ യാത്രക്കാർക്ക് ചികിത്സ നൽകി. ഇതിന് പിന്നാലെ സംഭവത്തിൽ അസ്വാഭാവികത വ്യക്തമാകുന്നതുവരെ ഇനിയുള്ള വിമാന സർവീസുകളിൽ പാസ്ത മാത്രമാകും വിതരണം ചെയ്യുകയെന്നും ഡെൽറ്റ എയർലൈൻ അറിയിച്ചു. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം വിമാനം വൈകിട്ട് 6:30-ഓടെയാണ് വീണ്ടും യാത്ര പുറപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിലൊരു സംഭവം ഡെൽറ്റ എയർലൈൻ വിമാനത്തിലുണ്ടായി. ഡിട്രോയിറ്റിൽ നിന്ന് മ്യൂണിക്കിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് പഴകിയ ഭക്ഷണം നൽകിയത്. യാത്രക്കാരും ക്രൂ അംഗങ്ങളും അവശരായതിനു പിന്നാലെ വിമാനം ലണ്ടനിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നിരുന്നു. അതേസമയം ഭക്ഷണത്തിൽ നിന്ന് മെറ്റൽ ബ്ലേഡ് കിട്ടിയ ഒരു സംഭവം അത് നമ്മൾ അറിഞ്ഞതാണ്. എയർ ഇന്ത്യയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എയർ ഇന്ത്യ അതിന് നൽകിയ വിശദീകരണം തങ്ങളുടെ യാത്രക്കാരന് കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് ബ്ലേഡ് കിട്ടിയത് കാറ്ററിംഗ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നാണ്. എയർ ഇന്ത്യ ചീഫ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഓഫീസർ രാജേഷാണ് ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയത്. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടതായും അദ്ദേഹം അറിയിച്ചിരുന്നു. പച്ചക്കറികൾ മുറിക്കാൻ ഉപയോഗിച്ച ബ്ലേഡ് അബദ്ധത്തിൽ ഭക്ഷണത്തിൽ അകപ്പെട്ടു പോയതാണെന്നും രാജേഷ് ദോഹ്റ വ്യക്തമാക്കി. ജൂൺ 10-നായിരുന്നു സംഭവ വികാസങ്ങൾ. ബംഗളൂരിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ എയർ ഇന്ത്യ ഫ്ലൈറ്റിലെ യാത്രക്കാരനാണ് ഭക്ഷണത്തിൽ നിന്നും ബ്ലേഡ് കിട്ടിയത്. യാത്രക്കാരൻ ചിത്രമടക്കം എക്സിൽ കുറിച്ച് പങ്കിട്ടു. ഇതോടെ സംഭവം പുറം ലോകം അറിഞ്ഞു. ചവയ്ക്കുന്നതിനിടെയാണ് ഭക്ഷണത്തിൽ മെറ്റൽ ബ്ലേഡ് ഉണ്ടെന്ന കാര്യം യാത്രക്കാരൻ തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ തുപ്പിക്കളയുകയും ഫ്ലൈറ്റ് ജീവനക്കാരെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. തന്റെ ഭാഗ്യം കൊണ്ടാണ് അപകടമൊന്നും സംഭവിക്കാതിരുന്നത്. തനിക്ക് പകരം ഒരു കുഞ്ഞിനായിരുന്നു ആ ഭക്ഷണം കിട്ടിയിരുന്നതെങ്കിൽ ആകുമായിരുന്നു സ്ഥിതി എന്നൊരു ആശങ്ക കൂടി ആ യാത്രക്കാരൻ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.